അജയൻ്റെ രണ്ടാം മോഷണം അല്ലെങ്കിൽ ARM എന്ന മൂവി കണ്ടതിൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. 3 കാലഘട്ടത്തിൽ 3 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ടോവിനോ. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഐശ്വര്യ രാജേഷ്, സുരഭി ചേച്ചി, ജഗദീഷ് ഏട്ടൻ, ബേസിൽ, അങ്ങനെ കുറേ നമുക്ക് അറിയാവുന്ന കുറേ നല്ല ആക്ടേഴ്സ് ഉള്ള മൂവിയാണ്. ഈ ലാലേട്ടൻ്റെ നരേഷനോട് കൂടിയാണ് ആ ടൈറ്റിൽ തുടങ്ങുന്നത്. എന്താ പറയുക, BGM, അതിൻ്റെ BGM ഭയങ്കരമായിട്ട് എന്താ പറയുക, മനസ്സിൽ ഇപ്പോഴും ആ ഒരു BGM അല്ലെങ്കിൽ ആ ടൈറ്റിൽ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട്. ഒരു ഇംഗ്ലീഷ് മൂവി കാണുന്ന ഒരു ഫീലോട് കൂടിയാണ് ആ ടൈറ്റിൽ നരേഷനൊക്കെ നിർജ്ജയ വരുന്നത്. ജോമോൻ്റെ ക്യാമറ ഒരു രക്ഷയില്ല. അതായത് പുള്ളിക്കാരൻ ക്യാമറ വെച്ചേക്കുന്ന ആംഗിളും അല്ലെങ്കിൽ ഓരോ ഫൈറ്റ് സീൻസ് നമ്മൾ കാണുമ്പോൾ ഒന്നും നമ്മൾ കണ്ണിന് എന്താ പറയുക ഫാസ്റ്റായിട്ട് മാറത്തില്ല, നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. നമ്മുടെ മുമ്പിൽ നേരിട്ട് ഒരാൾ എന്താ പറയുക അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കാണുന്നതിനേക്കാളും രസമായിട്ടാണ് ഇതിൽ ചെയ്തേക്കുന്നത്. ഇത്രമാത്രം നല്ല രീതിയിലാണ് ഈ ഫൈറ്റ് സീൻസ് എടുത്തേക്കുന്നത്. അതിൽ നമുക്കൊരു മോശം പറയാൻ പറ്റത്തില്ല. ഭയങ്കര രസമായിട്ട് ഫൈറ്റ് സീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഫൈറ്റ് സീൻസ്. അല്ലെങ്കിൽ പിന്നെ ഓരോ ഷോട്ട് ഫ്രെയിം അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ചില ഷോട്ട്സൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ചില വിഷ്വൽ എഫക്ട്സ് എന്താ ഗ്രാഫിക്സ് ഉണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും, റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സുരഭി ചേച്ചിക്കുന്ന ക്യാരക്ടർ, ജഗദീഷ് ഏട്ടൻ, അവരുടെ ക്യാരക്ടർ എന്ത് മേക്ക് ഓവർ, ഒരു രക്ഷയില്ല. അവരൊക്കെ ഇപ്പോഴും ഈ എന്താ പറയുക, ജഗദീഷ് ഏട്ടനൊക്കെ ഇപ്പോഴും ആ എന്താ പറയുക അഭിനയം, പുള്ളിക്കാരൻ്റെ ഒരു പല്ല് പോയിട്ടൊക്കെ പ്രായമായ ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. മേക്ക് ഓവറൊക്കെ ചെയ്തേക്കുന്ന ടീം ഒരു രക്ഷയില്ല, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. നല്ല മേക്ക് ഓവർ, കോസ്റ്റ്യൂംസ് എടുത്തു പറയേണ്ടതാണ്. അത് ഓരോ 3 കാലഘട്ടം. അപ്പോൾ 3 കാലഘട്ടത്തിലെ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ ഇതിനിടയിലുള്ള പോലീസുകാർ ഇടുന്ന കോസ്റ്റ്യൂം, അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് കുറേ നാൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമുള്ള പോലീസുകാരുടെ യൂണിഫോം, അല്ലെങ്കിൽ ഒന്ന് പാവങ്ങളുടെ പഴയ കാലഘട്ടത്തിൽ പാവപ്പെട്ടവരും വലിയവരും ഇട്ടേക്കുന്ന കോസ്റ്റ്യൂംസും ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുറച്ച് നാൾ ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ മനുഷ്യരിടുന്ന കോസ്റ്റ്യൂംസൊക്കെ അത് ഭയങ്കര ആ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും സിനിമ കാണുമ്പോൾ. അതുപോലെ തന്നെ കുഞ്ഞിക്കേളു, അജയൻ അല്ലെങ്കിൽ മണിയൻ, പിന്നെ അജയൻ, ഇങ്ങനെയാണ് ഈ കാലഘട്ടം വരുന്നത്. 3 കഥാപാത്രങ്ങളും നമുക്ക് 3ആയിട്ട് തന്നെ തോന്നുന്നത്. അത് തന്നെയാണ് ആക്ടറിൻ്റെ BGM എന്ന് പറയുന്നത്. അതിൽ മണിയൻ്റെ ക്യാരക്ടർ നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ സിനിമ കാണുമ്പോൾ മണിയൻ എല്ലാവർക്കും, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ആണുങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ പോകുന്നൊരു ക്യാരക്ടറാണ്. ഒരു തീപ്പൊരു സാധനം, അത് എന്താ പറയുക, അത് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. മണിയൻ്റെ ക്യാരക്ടർ, പുള്ളിക്കാരൻ്റെ ഒരു അപ്പിയറൻസ് ടോവിനോ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യം. എഡിറ്ററിൻ്റെ പേര് പറയേണ്ടതാണ്. ഈ ക്യാമറയിൽ നമ്മൾ കാണുന്ന ഫൈറ്റ് സീൻസ് ഭയങ്കര ഡീറ്റെയിൽ, നമ്മുടെ മനസ്സിൽ തന്നെ നമുക്കത് പതിഞ്ഞു പോകുന്ന ഫൈറ്റ് സീൻസാണ്. ആ പഞ്ചൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ആ പഞ്ച് ഭയങ്കരമായിട്ട് കിട്ടും. പിന്നെ ഈ സിനിമ വല്ലാത്തൊരു രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നിറത്തിൻ്റെ പേരിലും വലിയവനും ചെറിയവനും എന്നുള്ളതിൻ്റെ പേരിലൊക്കെ ഒരു രാഷ്ട്രീയം ഈ സിനിമ പറയുന്നുണ്ട്. ഭയങ്കര മിസ്റ്റീരിയസ് ആണ്. ചില സ്ഥലത്തൊക്കെ വന്നിട്ട് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തൊരു വല്ലാത്തൊരു കൗതുകം, ഒരു ആശ്ചര്യം, അത്ഭുതം, അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലെ ഇതെന്താണ്, ഇതെങ്ങനെയാണ് പോകുന്നത്, വല്ലാത്തൊരു അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഈ സിനിമ കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ മൊയ്തീൻ, ഗോദ, ഇതിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള പുള്ളിക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് സിനിമയിലേക്ക് വരുന്ന സമയത്തും അതിന് മുമ്പും അല്ലെങ്കിൽ ഇങ്ങനെ എത്തിപ്പെടാനും അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ അതിൻ്റെ റിസൾട്ട് ഉണ്ടടേ ഈ സിനിമയിൽ. അത് പറയാതിരിക്കാൻ വയ്യ. സിനിമയിലൊന്നും പറയുന്നില്ല, സ്പോയിലറും. എന്തായാലും സിനിമ കാണുക, വർത്താണ്. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള സാധനം ഉണ്ടടേ. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഈ സിനിമ എന്താ പറയുക, വൻ വിജയമാക്കുക. നല്ല അതിനുള്ള സാധനം ഉണ്ടടേ. പുള്ളിക്കാരൻ അത്ര നന്നായിട്ട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറായാലും ശരി, ആക്ടേഴ്സായാലും ശരി. അതിനുള്ള എന്താ പറയുക, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ഈ മൂവി കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് നല്ല വർക്കാണ് ഇവിടെ, നല്ല പണിയെടുത്തിട്ടുണ്ട്. കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു നഷ്ടം അല്ലെങ്കിൽ സിനിമ ഉണ്ടായി എന്ത് സിനിമയാണ് അങ്ങനെയൊന്നും ആരും പറയത്തില്ല. ആ ഒരു സിനിമ കണ്ട ഒരു ഫീലുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ സീ യു, ബൈ.